കരിയർ ബിൽഡർ വർക്ക് ലൈഫ് ഹാർമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കരിയറിൻ്റെ വളർച്ചയ്ക്കും തൊഴിൽ, വ്യക്തി, ബിസിനസ് രംഗത്ത് നമ്മെ സഹായിക്കുന്ന ടിപ്പുകളും ചോദ്യോത്തരങ്ങളുമാണ് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കരിയർ പ്ലാനിംഗ് തുടങ്ങാൻ പ്രത്യേകിച്ച് പ്രായം വല്ലതുകൊണ്ടോ എന്ന് ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും എന്നോട് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കരിയർ പ്ലാനിംഗ് പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സാധാരണ +2, ഡിഗ്രി, PG ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഡയറക്ഷൻ ഇല്ലാതെ ഒരു കൺഫ്യൂഷനോട് നടക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴോ ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെയോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് കരിയർ പ്ലാനിംഗ്. അതെന്താണെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, അതിനൊരു വരുമാനം കിട്ടിയാൽ മതി എന്നൊരു ചിന്ത വരും. അത്തരത്തിലൊരു പെർസ്പെക്റ്റീവ് അല്ല നമുക്ക് വേണ്ടത്. ഇതിലാദ്യം അറിയേണ്ടത് ഒരു ജോബ് പെർസ്പെക്റ്റീവ് എന്താണ്, കരിയർ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ നേടണം, ഒരു മാസ വരുമാനം വേണം എന്നത് മാത്രമാണ് ചിന്തയെങ്കിൽ നമ്മളതിനെ ജോബ് പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കാം. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെയോ ആ പഠിച്ച വിഷയം മൂലമോ അല്ലെങ്കിൽ ആ പഠിച്ച വിഷയം ഉപയോഗിച്ചോ എനിക്കൊരു തൊഴിൽ കിട്ടണമെന്നും അതുവഴി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ വിവിധ തലങ്ങളിൽ ഉയർന്ന് എനിക്ക് ഏറ്റവും ഉയർന്നൊരു പൊസിഷനിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്കൊരു കരിയർ പെർസ്പെക്റ്റീവാണ് ഉള്ളതെന്ന്. അപ്പോൾ എന്താണ് കരിയർ എന്നും കരിയർ പെർസ്പെക്റ്റീവ് എന്താണെന്നും ഒരു കരിയർ പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്നുമാണ് ഇനി പറയാൻ പോകുന്നത്. കരിയർ എന്നുള്ള വാക്ക് തന്നെ ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള കാരസ് എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം തന്നെ കോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. സാധാരണ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് 21 വയസ്സിലോ 24 വയസ്സിലോ 25 വയസ്സിലോ ഒക്കെ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലി തന്നെ നമ്മൾ പരിശ്രമിച്ച് വിവിധ തലങ്ങളിലെത്തി അതിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് കരിയർ ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ 60 വയസ്സ് വരെ 65 വയസ്സ് വരെയൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നു. ചില ആൾക്കാർ ഇപ്പോഴും മരിക്കുന്നത് വരെ അവരുടെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് കരിയർ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഈ കരിയർ പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന വിഷയവും നമ്മുടെ കഴിവുകളും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലി എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കരിയർ പ്ലാനിങ്. അപ്പോൾ ഈ കരിയർ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് 5-6 ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കരിയർ പ്ലാനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5-6 പ്രമുഖ ഘടകങ്ങളെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടുള്ള ഘടകങ്ങളിൽ ആദ്യത്തെ ഘടകമാണ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന വിഷയത്തിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കോ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കഴിവുകളുണ്ടാവും. ചിലർക്ക് നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റും, ചിലർക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും, ചിലർക്ക് പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങും ഇല്ലാതെ കാര്യങ്ങൾ ചിന്തിച്ച് പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ പറ്റും. അത്തരത്തിൽ നാച്ചുറലായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള അഭിരുചികൾ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ജോലികൾക്കൊക്കെ തന്നെ റിക്രൂട്ട്മെൻറ്റിൽ ആദ്യത്തെ റൗണ്ട് തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. നമുക്കറിയാം, അത് ഗവൺമെൻറ് ജോലിക്കാണെങ്കിലും പ്രൈവറ്റ് മേഖലയിലെ ജോലിക്കാണെങ്കിലും വിവിധ പൊസിഷനുകളിലേക്ക് നടത്തുന്ന ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് റൗണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകളുണ്ട്. വളരെ ചുരുക്കി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. അതിലേറ്റവും പ്രമുഖമായ ഒന്നാണ് ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് മിക്കവാറും എല്ലാ ജോലിക്കും വേണ്ടതാണ്. അതായത് നന്നായി സംസാരിക്കാനും ഭാഷകൾ ഉപയോഗിക്കാനും പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ ഫ്രേസുകളും ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു കഴിവാണ് ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ആപ്റ്റിറ്റ്യൂഡാണ് സ്റ്റെം ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളോട് ഉള്ള ഒരു നമുക്കുള്ള നാച്ചുറൽ കഴിവുകൾ, ആ കഴിവുകൾ ഉപയോഗിച്ച് ആ മേഖലയിൽ ഉയർന്നു വരാൻ കഴിവുള്ള ഒത്തിരി ആൾക്കാർ നമുക്കുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തേതാണ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായെന്നും ആ പ്രശ്നത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അനലൈസ് ചെയ്ത് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡിനെയാണ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
ഇനി നാലാമതൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതിനെയാണ് ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് നന്നായിട്ട് പടം വരയ്ക്കാനും എഴുതാനും കാര്യങ്ങൾ മാറി ചിന്തിക്കാനും ആർട്ടിസ്റ്റിക് എബിലിറ്റിയും ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള അല്ലാത്ത രീതിയിലുള്ള വളരെ മനോഹരമായ സൊല്യൂഷൻസ് കൊണ്ടുവരാനും ഒക്കെയുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാകും. അവരൊക്കെ ഡിസൈൻ മേഖലയിലൊക്കെ വളരെ വളരെ ഉയർന്നു പോകാൻ കഴിവുള്ളവരാണ്. അവരെയാണ് ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരെന്ന് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു ആപ്റ്റിറ്റ്യൂഡാണ് ഓർഗനൈസേഷണൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഓടി നടന്ന് വേണ്ട രീതിയിൽ സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കും. മറ്റുള്ളവരെ കൊണ്ട് നടത്തിയെടുക്കാനും ഓരോരോ ടാസ്കുകളും സമയത്ത് കംപ്ലീറ്റ് ചെയ്യാനും കഴിവുള്ളവരാണ് ഈ ഓർഗനൈസേഷണൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ എല്ലാ ജോലികൾക്കും ആവശ്യമാണ്. അപ്പോൾ ഒരു കരിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ആദ്യത്തേത് ആപ്റ്റിറ്റ്യൂഡാണ്. ഞാൻ ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയും സ്റ്റെമ്മിനെ പറ്റിയും ഓർഗനൈസേഷണൽ ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയും ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കാനും നിങ്ങൾ എഴുതാൻ പോകുന്ന ടെസ്റ്റുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ടെന്നുള്ളത് പറയാനാണ്. രണ്ടാമത്തെ ഘടകമാണ് ഇൻട്രസ്റ്റ് അഥവാ ഇഷ്ടം, താല്പര്യം എന്നൊക്കെ നമ്മൾ പറയും. ഏതൊരു സബ്ജക്റ്റിനോടും ജോലിയോടും നമുക്ക് കഴിവുണ്ടായാൽ മാത്രം പോരാ, ഇഷ്ടവും കൂടെ വേണം. ഇഷ്ടപ്പെട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിനോടും നിങ്ങൾ ചെയ്യുന്ന ജോലിയോടും ഇഷ്ടമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്തിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നന്നായി കരിയർ പ്ലാനിങ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട രണ്ടാമത്തെ ഘടകം. അതിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കും. മൂന്നാമത്തെ ഘടകമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ ജോലിക്കും പേഴ്സണാലിറ്റി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഒരു ജോലി സ്ഥലത്തൊക്കെ പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ തരംതിരിക്കാം. ഒരുപാട് സംസാരിക്കുന്ന, ഏതൊരു പരിചയമില്ലാത്തവരെ കണ്ടാലും അങ്ങോട്ട് കയറി പരിചയപ്പെട്ട് നന്നായി സംസാരിച്ച് അവരുമായിട്ട് പെട്ടെന്ന് ഇഴുകി ചേർന്ന് പോകുന്ന ആൾക്കാർ കാണും. ഇവരെ നമുക്ക് എക്സ്ട്രോവേർട്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. രണ്ടാമത് ചില ആൾക്കാരുണ്ട്, അവർ ഒരുപാട് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് സംസാരിക്കില്ലെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരോട് നല്ലതുപോലെ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മീഡിയേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾക്കാരുണ്ടാകും. ഇവരെ നമ്മൾ ആംബിവെർട്ട് എന്ന് വിളിക്കും. ഇനി മൂന്നാമത്, ഒരുപാട് സംസാരിക്കാത്ത ആൾക്കാരുണ്ടാവും. അവർ നന്നായി ചിന്തിക്കുകയും ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇവരെ നമ്മൾ അന്തർമുഖരെന്നൊക്കെ വിളിക്കും. പക്ഷേ ഇവരും ഒരു ജോലി സ്ഥലത്ത് വളരെ അത്യാവശ്യമുള്ള ആൾക്കാരാണ്. ഇവരെ നമുക്ക് ഇൻട്രോവേർട്സ് എന്ന് വിളിക്കും. പക്ഷേ ഈ പറഞ്ഞ 3 പേഴ്സണാലിറ്റിക്കും യോജിച്ച ജോലികളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അധികം സംസാരിക്കാത്ത ഒരാളെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ പേഴ്സണാലിറ്റി മിസ്മാച്ച് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു ജോലി ഒരു എക്സ്ട്രോവേർട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലിരിക്കാതെ ചിലപ്പോൾ ആ കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കരിയറിനെയും ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തത്തിനെയൊക്കെ പേഴ്സണാലിറ്റിയും മാച്ച് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഘടകം പറഞ്ഞത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും 3 ഘടകങ്ങളാണ്. നാലാമത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഏത് ജോലി ചെയ്യാനും അറിവും മാർക്കും മാത്രം പോരാ, സ്കില്ല് വേണം. നാലാമത്തെ ഘടകമാണ് സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ പഠിച്ചെടുത്ത അറിവിനെ പ്രയോഗിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിനെയാണ് സ്കില്ലെന്ന് പറയുന്നത്. ആ സ്കില്ല് തന്നെ 2ആയിട്ട് തരംതിരിക്കാം. ഹാർഡ് സ്കില്ലെന്നും സോഫ്റ്റ് സ്കില്ലെന്നും തരംതിരിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കൊമേഴ്സ് പഠിച്ച ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ബഡ്ജറ്റിംഗ് നടത്താനും ഇല്ലെങ്കിൽ ഒരു ടാലി ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഒരു ഫിൻടെക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരാളിൻ്റെ കഴിവിനെ നമുക്ക് ഹാർഡ് സ്കില്ലെന്ന് പറയാം. പക്ഷേ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറെ ചിരിക്കാനും നന്നായി പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോട് കേട്ട് ഉത്തരം കൊടുക്കാനുമൊക്കെയുള്ള കഴിവിനെയാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഈ 2 സ്കില്ലുകളും ഏത് വിഷയം പഠിച്ചാലും ഏത് ജോലി ചെയ്യാനും വളരെ അത്യാവശ്യമുള്ള ഘടകമാണ്. സോഫ്റ്റ് സ്കിൽ എല്ലാ ജോലിക്കും ഒരുപോലെ അത്യാവശ്യമാണ്. ഹാർഡ് സ്കിൽ ജോലിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് നാലാമത്തെ ഘടകം. അതിനെ നമുക്ക് സ്കില്ലെന്ന് വിളിക്കാം. 5ആമത്തെ ഘടകമാണ് റെലവൻസ്. പലരും പറയാറുണ്ട്, ഞാൻ ഈ വിഷയം പഠിച്ചു, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് പറ്റിയ വിഷയമല്ല, അതിന് ജോലിയൊന്നും കിട്ടില്ല. നിങ്ങളൊരു വിഷയം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മാർക്കറ്റിലുള്ള ജോലി സാധ്യതയും കൂടെ മനസ്സിലാക്കണം. ആ ജോലി സാധ്യത ഉപയോഗിച്ച് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഈ വിഷയം പഠിച്ചാൽ എനിക്ക് ഏതൊക്കെ പ്രൊഫഷനിൽ എത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വിഷയം എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ 5ആമത്തെ ഘടകമാണ് റെലവൻസ്, മാർക്കറ്റ് റെലവൻസ് എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം. ഇനി 6ആമത്തെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫാമിലി അഥവാ കുടുംബം. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോഴും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് തുറന്ന് സംസാരിക്കുക. അവർക്ക് എന്തെങ്കിലും ആധികളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും പറയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കാനും വേണ്ട രീതിയിലൊരു സപ്പോർട്ട് കിട്ടാനും സഹായിക്കും. പലയിടത്തും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നതും അത് നമ്മൾ ചെയ്യുന്ന ജോലിയെ ബാധിക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയും വരുന്നത്. അതാണ് 6ആമത്തെ ഘടകം, ഫാമിലി.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കരിയറിനെ സ്വാധീനിക്കുമ്പോൾ നിങ്ങളൊരു കരിയർ പ്ലാനിങ് ചെയ്യുമ്പോൾ അതൊരു വിഷയമെടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നാളെ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴോ ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോഴോ ഈ 6 കാര്യങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് പോവുക. 1, നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ജോലിയോ ബിസിനസ്സോ ചെയ്യാനുള്ള അഭിരുചി ഉണ്ടോ? 2, ഇഷ്ടമുണ്ടോ? 3, നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിനെ മാച്ച് ചെയ്യുമോ? 4, ഇതിനു വേണ്ട സ്കിൽ എന്തൊക്കെയാണ്, അത് ഞാൻ വളർത്തിയെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്. 5-മത്തേത്, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ജോലിയോ ബിസിനസ്സോ മാർക്കറ്റിൽ എത്രത്തോളം റെലവൻസ് ഉണ്ട്. 6, എൻ്റെ കുടുംബം ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ 6 ഘടകങ്ങൾ നിങ്ങളൊരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് പോവുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി ഇഷ്ടത്തോടെയും വളരെ സക്സസ്ഫുള്ളായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇഷ്ടമുള്ള വിഷയം എടുത്ത് പഠിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പലരും. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന വിഷയവും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. പക്ഷേ ആ ഇഷ്ടത്തിൻ്റെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ ഇഷ്ടം ഇമോഷണൽ ആവരുത്, അത് റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സബ്ജക്റ്റ് ചിലപ്പോൾ എടുക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാർ ആ സബ്ജക്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ അവനോ അവളോ പോകുന്നതുകൊണ്ട് ഞാനും പോവാം. ഇല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുക്കുന്ന കോളേജ് ഒരു പ്രത്യേക നല്ല സ്ഥലത്തായിരിക്കും, എനിക്ക് ആ സ്ഥലത്ത് പോയി താമസിക്കണം താല്പര്യമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെയോ കോഴ്സിനെയോ കോളേജിനെ പറ്റിയോ നിങ്ങൾ ചിന്തിക്കുന്നില്ല, ജോലി സാധ്യതയെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇനി ചില പരസ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് വീണിട്ട് ചിലപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം താൽക്കാലികമായി തോന്നേക്കാം. അപ്പം ഈ ഭ്രമിപ്പിക്കുന്ന പരസ്യങ്ങൾ കണ്ടിട്ടോ ഇല്ലെങ്കിൽ കൂട്ടുകാർ പോകുന്നെന്ന് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ ചില പ്രത്യേക മറ്റ് സ്ഥലങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളൊരു വിഷയം പഠിക്കാൻ പോകരുത്. ഇതൊക്കെ ഒരു പരിധിവരെ ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനുള്ള അഭിരുചിയുണ്ടോ കഴിവുണ്ടോ അതിനുള്ള സാധ്യതകൾ എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു സബ്ജക്റ്റ് എടുക്കേണ്ടത്. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ ഇഷ്ടം ഇമോഷണൽ ആവരുത്, റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം. പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പലർക്കും കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് അഭിരുചിയുള്ളതും എനിക്ക് കഴിവുള്ളതുമായിട്ടുള്ള വിഷയം വേണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കഴിവെന്താണ്, എൻ്റെ അഭിരുചി എന്താണ്, എൻ്റെ ഇഷ്ടം എന്താണ്, എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും അതിനെ മാച്ച് ചെയ്യുന്ന ഹയർ സ്റ്റഡി ഓപ്ഷൻസും തൊഴിലും എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ കഴിവിനും അനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ, ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴുള്ള സബ്ജക്റ്റുകൾ എന്താണെന്നും ആ സബ്ജക്റ്റുകൾ നൽകുന്ന വിവിധ തൊഴിൽ ഓപ്ഷൻസും ബിസിനസ് ഓപ്ഷൻസും എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാനോടുകൂടി ധാരണയോടുകൂടി ഒരു വിഷയം പഠിക്കാനും ഒരു ജോലി ചെയ്യാനും പറ്റും. അതുകൊണ്ട് കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ അനാലിസിസിന് കരിയർ വിദഗ്ധരുടെ അടുത്ത് പോകാം. പലരും പിന്നെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് കരിയർ ഇതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് ചോദിച്ചു വരാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തോ കരിയർ വിദഗ്ധരുടെ അടുത്തോ പോയി ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് അവരുടെ ഇൻപുട്ടുകളും ഗൈഡൻസും ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വിഷയം തിരഞ്ഞെടുക്കാനോ ഇല്ലെങ്കിൽ ഒരു ജോലി സെലക്ട് ചെയ്യാനോ സാധിക്കും. അതുകൊണ്ട് കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കരിയർ പ്ലാനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ കരിയർ പ്ലാനിങ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പ്രത്യേക പ്രായമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ റിലവൻ്റാണ്. എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇതുവരെ കരിയർ പ്ലാനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ തന്നെ അമാന്തിക്കാതെ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഹൈസ്കൂളിലായിരിക്കും, ഹയർ സെക്കൻഡറിയിലായിരിക്കും, ഡിഗ്രിക്കായിരിക്കും, പി ജിക്കായിരിക്കും, ചിലപ്പോൾ ഒരു ജോലി ചെയ്ത് തുടങ്ങിയേ കാണുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ ചെയ്ത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ലോങ് ഇയേഴ്സിലേക്കുള്ള ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ പ്രത്യേക പ്രായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കരിയർ പ്ലാനിങ് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ഹൈസ്കൂൾ സമയമാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് സമയത്താണ് നമ്മളൊരു കരിയർ പ്ലാനിങ് നടത്തേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ കഴിവും അഭിരുചിയും പേഴ്സണാലിറ്റിയും സ്കില്ലും എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ +2 പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ സയൻസ് വിഷയങ്ങളെടുക്കും, മാത്സ് വിഷയങ്ങളെടുക്കും, ഹ്യൂമാനിറ്റീസ് എടുക്കും, കൊമേഴ്സ് എടുക്കും. അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് എൻ്റെ അഭിരുചിയും കഴിവും ഇഷ്ടവും മാച്ച് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസോട് കൂടി തന്നെ ആ വിഷയം എടുത്ത് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു കരിയർ പ്ലാനിങ് നടത്താൻ പറ്റിയ പ്രായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ 13, 14, 15 വയസ്സ് തന്നെയാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വിഷമിക്കേണ്ട. നിങ്ങൾ ഏത് പ്രായത്തിലാണോ അപ്പോൾ തന്നെ ഒരു കരിയർ പ്ലാനിങ് അസസ്മെൻറ്റ് ചെയ്യുക. ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് തന്നെ കരിയർ പ്ലാനിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ബ്ലൂ പ്രിൻറ്റ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞു പോയതിനെപ്പറ്റി ആലോചിച്ച് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല.
നമ്മുടെ മുമ്പിലുള്ള ഫ്യൂച്ചർ, ചിലർ പറയും അത് അൺസേർട്ടൺ ആണെന്ന് പറയും, പക്ഷേ എന്നാലും നമുക്ക് മുമ്പോട്ടുള്ള പോക്കിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി ഒരു കരിയർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തണം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടാകും. അത് തന്നെ നമ്മൾ 1 കൊല്ലം കഴിഞ്ഞ് എന്ത് വേണം, 5 കൊല്ലം കഴിഞ്ഞ് എന്ത് വേണം, നമ്മളൊരു 30 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഏതൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അതിനെ നമുക്ക് ഷോർട്ട് ടേം പ്ലാനിംഗ് എന്നും ലോങ് ടേം പ്ലാനിംഗ് എന്നും ലൈഫ് ടേം പ്ലാനിംഗ് എന്നും ഒക്കെ പറയാം. അപ്പോൾ ഒരു കരിയർ പ്ലാനിങ് നടത്തുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ സാധ്യതകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ഷോർട്ട് ടേം പ്ലാൻ എന്നും, നമ്മളൊരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ലോങ് ടേം പ്ലാൻ എന്നും, നമ്മളൊരു 10, 25, 30 വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് ഒരു പ്ലാനിങ് നടത്തുന്നത് വളരെ അത്യാവശ്യമാണ്. അതിനെ നമുക്ക് ലൈഫ് ടേം പ്ലാനിംഗ് എന്നും പറയാം. അപ്പോൾ ഷോർട്ട് ടേം പ്ലാനിങ്ങും ലോങ് ടേം പ്ലാനിങ്ങും ലൈഫ് ടേം പ്ലാനിങ്ങും നമ്മൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നാളെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ പഠിച്ച വിഷയത്തിനെ പറ്റിയും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയെപ്പറ്റിയും നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിനെ പറ്റിയും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അതിനൊരു ധാരണയുണ്ടോ എന്നുള്ളത് അറിയാനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചിലപ്പോൾ പലർക്കും ഞാൻ നേരത്തെ ഫാമിലിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഫാമിലിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം എടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർ തരുന്ന ഒരു സപ്പോർട്ട് ചിലപ്പോൾ ഇനിഷ്യലി കിട്ടണമെന്നില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വിഷയത്തെ പറ്റിയോ അതിൻ്റെ സാധ്യതകളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏരിയയെ പറ്റിയോ വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാകണമെന്നില്ല. അവർ പലപ്പോഴും അവരുടെ മനസ്സിലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകാം, ഇല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ഇക്കോസിസ്റ്റം, അത് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിലായിരിക്കും കുട്ടികളോട് പാരൻസും വീട്ടുകാരും സംസാരിക്കുന്നത്. ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ ചിലപ്പോൾ എക്സ്പേർട്സ് ആയിരിക്കില്ല കൊടുക്കുന്നത്, അവർക്ക് മറ്റെവിടെ നിന്നോ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഇവർക്ക് പകർന്നു നൽകുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം മുഴുവൻ ക്ലാരിറ്റി ഇല്ലാത്ത ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് പാരൻസ് കുട്ടികളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ സാധ്യതകൾ ടെക്നോളജിയുടെയും ഗൂഗിളിൻ്റെയൊക്കെ സ്വാധീനം ഉപയോഗിച്ച് അവർ മാക്സിമം ഇൻഫർമേഷൻ എടുത്തിട്ടായിരിക്കും പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ സംസാരിക്കുമ്പോൾ പാരൻസും ഇതിനെപ്പറ്റി മുഴുവൻ പഠിച്ചിട്ട് വേണം ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകേണ്ടത്, ഒരു ഇമോഷണൽ ആകരുത്. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി ഓപ്പണായിട്ട് പാരൻസുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചർച്ച സ്മൂത്താകുകയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഫാമിലി അന്തരീക്ഷത്തിലെ എല്ലാവരും ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ട് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. പക്ഷേ പലപ്പോഴും ഈ ക്ലാരിറ്റി ഇല്ലാത്ത സംസാരം പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരികയും കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾ ബ്ലൈൻഡായിട്ട് അങ്ങ് പറയുകയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഇല്ലാതാവുകയും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തുറന്ന് സംസാരിക്കുക. കുട്ടികൾ അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻ പാരൻസിന് നൽകുക. നിങ്ങൾ ഈ സാധ്യതകൾ മനസ്സിലാക്കി അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലാതെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് കുട്ടികളോട് സംസാരിക്കുക. അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. അതൊരു കുട്ടിക്ക് നല്ല ഇഷ്ടത്തോട് പഠിക്കാൻ ആ കുട്ടിയുടെ കഴിവും സാധ്യതകളും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫാമിലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ കരിയർ പ്ലാനിങ് പ്രോസസ്സിൽ. നമ്മൾ എടുക്കുന്ന വിഷയവും ചെയ്യുന്ന ജോലിയും ഇഷ്ടപ്പെട്ടാണോ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരു കുട്ടി മെൻറ്ററിങ് പ്രോസസ്സിന് വന്നപ്പോഴത്തേക്ക് കുട്ടിയും പേരൻസും വന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് നല്ല അഭിരുചിയും കഴിവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. എൻജിനീയറിംഗ് പഠിക്കാനും മെഡിസിൻ പഠിക്കാനും രണ്ടിനും നല്ല കഴിവും അഭിരുചിയുള്ള കുട്ടിയാണ്. അത് എൻട്രൻസ് എഴുതി, അതിന് JEE എൻട്രൻസും നീറ്റ് എൻട്രൻസും എഴുതി, രണ്ടിനും അഡ്മിഷൻ കിട്ടി. പക്ഷേ അതിൻ്റെ പേരൻസിന് ആ കുട്ടിയെ മെഡിസിന് പഠിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ കുട്ടിക്കാകട്ടെ മെഡിസിന് പോകാൻ യാതൊരു ഇഷ്ടവുമില്ല. അതിന് എൻജിനീയറിങ്ങിൽ ഒരു പ്രത്യേക മേഖല ചെയ്യാനായിരുന്നു ഇഷ്ടം. പക്ഷേ വീട്ടിൽ ചർച്ചയുണ്ടായി, ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടിയില്ല. അവസാനം ഫാമിലിയുടെ പ്രഷർ കൊണ്ട് ഈ കുട്ടി MBBSന് പോയി ചേർന്നു. പക്ഷേ ഇഷ്ടമല്ല എന്നുള്ളത് മനസ്സിൽ കിടന്നതുകൊണ്ട് തന്നെ 1-ാം വർഷം കടിച്ചു പിടിച്ചു പോയി പരീക്ഷ എഴുതി. പക്ഷേ അത് വേണ്ട രീതിയിൽ പോയില്ല. 2-ാം വർഷത്തിലൊരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഒട്ടും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ MBBS കോഴ്സ് പൂർത്തിയാക്കാതെ ഇറങ്ങേണ്ടി വന്നു. വെറും 1.5 വർഷം കൊണ്ട് കിട്ടിയ ഒരു MBBS കോഴ്സ്, നീറ്റ് എഴുതി കഷ്ടപ്പെട്ട് കിട്ടിയ MBBS കോഴ്സ്, മനസ്സിലെ ഇഷ്ടമില്ലായ്മ ഇങ്ങനെ തികട്ടി വന്ന് ആ കോഴ്സ് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഭാവി തന്നെ തുലാസിലായി. അത് എഞ്ചിനീയറിങ്ങിന് ചേർന്നിരുന്നെങ്കിൽ അതിപ്പോൾ 3-ാം വർഷത്തിലേക്ക് കടക്കേണ്ട കുട്ടി ആദ്യത്തെ 2 വർഷം നഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ആ കുട്ടി ചേരാതിരുന്നെങ്കിൽ ആ അവസരം കിട്ടേണ്ട മറ്റൊരു കുട്ടിക്കും അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഇഷ്ടം വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടത്തെപ്പറ്റി തുടക്കത്തിൽ തന്നെ സംസാരിച്ച് ഒരു ധാരണയിലെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്.